ആദ്യമായി നടത്തുന്ന ശ്രീമദ് സ്കന്ദപുരാണ മഹാസത്രത്തിന് പത്തനംതിട്ട തുമ്പമൺ വടക്കുംനാഥ ക്ഷേത്രത്തിൽ തുടക്കമായി. ഈ മാസം 18 വരെയാണ് മഹാസത്രം തുമ്പമൺ ദേശത്തെ പുണ്യം പേറുന്ന ദിനങ്ങളാക്കി മാറ്റുക. സത്രാരംഭത്തോടനുബന്ധിച്ച് നടത്തപ്പെട്ട ചടങ്ങുകളിൽ പങ്കെടുത്ത് നിരവധി ഭക്തർ നിർവൃതി നേടി. തുമ്പമൺ ദേശത്തിന്റെ ഉപാസനാദേവനാണ് ശ്രീ സുബ്രഹ്മണ്യ സ്വാമി. ശ്രീമദ് സ്കന്ദപുരാണ മഹാസത്രം പുണ്യം പകരുന്ന തുമ്പമൺ ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രസന്നിധിയിലേക്ക് വിവിധ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രങ്ങളിൽ നിന്നും പുറപ്പെട്ട ഘോഷയാത്രകൾ എത്തിച്ചേർന്നു. ഹരിപ്പാട് ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ നിന്നും സത്രവേദിയിലേക്ക് പുറപ്പെട്ട വിഗ്രഹ ഘോഷയാത്രയും, പേരുന്ന ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ നിന്നും പുറപ്പെട്ട കൊടിക്കൂറ ഘോഷയാത്രയും, കൊടുന്തറ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ നിന്നും പുറപ്പെട്ട കൊടിമര ഘോഷയാത്രയും ക്ഷേത്രസന്നിധിയിൽ സംഗമിച്ചു. സംയുക്ത ഘോഷയാത്രയ്ക്ക് ഭക്തരുടെ സ്വീകരണം. തുടർന്ന് ശ്രീമദ് സ്കന്ദപുരാണ മഹാസത്രത്തിന് ഭക്തി നിർഭരമായ കൊടിയേറ്റ്. പന്തളം കൊട്ടാരം നിർവാഹക സംഘം മുൻ കാര്യദർശി പുണർദം തിരുനാൾ നാരായണവർമ്മയുടെ അധ്യക്ഷതയിൽ ചേർന്ന ശ്രീമദ് സ്കന്ദപുരാണ മഹാസത്ര സമാരംഭ സഭ വിവേകാനന്ദ കേന്ദ്ര വേദിക് വിഷൻ ഫൗണ്ടേഷൻ ചെയർപേഴ്സൺ ഡോക്ടർ എം ലക്ഷ്മികുമാരി ഉദ്ഘാടനം ചെയ്തു. ഈ ഭാരതത്തിൽ ഒരു ഹിന്ദുവായി പിറന്നിട്ട് വിവേകാനന്ദ സ്വാമി പറയുന്നത് മാതിരി ഒരു ഹിന്ദു എന്നതിൽ ഞാൻ അഭിമാനിക്കുന്നു. എത്ര പേർക്ക് അത് പറയാൻ സാധിക്കും? നമുക്ക് ആ അഭിമാനം വീണ്ടെടുക്കാൻ ഈ മഹത് യജ്ഞം നമ്മളെ എല്ലാവരെയും സഹായിക്കട്ടെ. അതാണ് നമുക്ക് പ്രാർത്ഥിക്കാനുള്ളത്. ഭാരതത്തിന് അപമാനം വന്നാൽ നമുക്ക് സഹിക്കാനാധികയില്ല. പാഞ്ചാലിയെ അപമാനിച്ചതിന് പകരം കിട്ടിയത് മാതിരി ഭാരതത്തിനെ അഭിമാനം കെടുത്തിയാൽ അതിനുള്ള ശിക്ഷ നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. ഈ മഹായജ്ഞം നമ്മളെ എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ മഹത് യജ്ഞം ഞാൻ ഉദ്ഘാടനം ചെയ്യുന്നു. ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖരവർമ്മയാണ് മഹാസത്രത്തിന്റെ ആചാര്യപദം അലങ്കരിക്കുന്നത്. സ്കന്ദപുരാണത്തെ പാരായണത്തിലൂടെയും ലളിതമായ പ്രഭാഷണങ്ങളിലൂടെയും ഭക്തഹൃദയങ്ങളിൽ എത്തിക്കുകയാണ് മഹാസത്രം. തുമ്പമൺ ശ്രീ വടക്കുംനാഥ ക്ഷേത്രത്തിലെ 2025 മെയ് 11 മുതൽ 18 വരെ സ്കന്ദപുരാണ മഹാസത്രം നടക്കുകയാണ്. സുബ്രഹ്മണ്യ ഉപാസകർക്കായിട്ട് തുമ്പമൺ ശ്രീ വടക്കുംനാഥന്റെ 8 കരകളുടെ ആത്മസമർപ്പണമാണ് സ്കന്ദപുരാണ മഹാസത്രം. വേദവ്യാസ വിരചിതമായ സ്കന്ദപുരാണം ഏറ്റവും ബൃഹത്തും 18 പുരാണങ്ങളിലെ ഏറ്റവും ആഴവും പരപ്പുമുള്ളതാണ്. ഇതിനെ ഭക്തജനഹൃദയങ്ങളിൽ എത്തിക്കുക എന്നുള്ളൊരു വലിയ ഉദ്യമമാണ് സ്കന്ദപുരാണ മഹാസത്രത്തിൽ കൂടി സത്ര നിർവഹണ സമിതി ഉദ്ദേശിക്കുന്നത്. സത്രത്തിൻ്റെ ഏറ്റവും അവസാന ദിവസമായ മെയ് 18 പളനി ക്ഷേത്രതന്ത്രിയുടെ മുഖ്യ കർമ്മത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും ഐശ്വര്യദായകവുമായ സ്കന്ദഹോമം കേരളത്തിൽ ആദ്യമായിട്ട് ഈ സ്കന്ദ സത്രവേദിയിൽ നടക്കുന്നു എന്നുള്ളത് വളരെ അഭിമാനത്തോടു കൂടിയും അനുഗ്രഹവുമായിട്ടും ഞങ്ങൾ കാണുകയാണ്. ഈ മാസം 18 ശ്രീമദ് സ്കന്ദപുരാണ മഹാസത്രത്തിന് സമാപനം കുറിക്കുമ്പോൾ ചരിത്ര ദിനരാത്രങ്ങൾക്കാണ് തുമ്പമൺ ദേശം സാക്ഷ്യം വഹിക്കുക. ജനം, പത്തനംതിട്ട.